വിശദമായി നോക്കാം. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളും ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ പണിമുടക്ക് നടത്തും. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലും പ്രതിഷേധിക്കും. KSRTC സർവീസ് ഉണ്ടാകും എന്ന ഗതാഗത മന്ത്രിയുടെ വാക്കുകൾ തള്ളി ജീവനക്കാരുടെ യൂണിയനുകളും LDF കൺവീനർ TP രാമകൃഷ്ണനും രംഗത്തു വന്നു. ആശമാരും ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകും. CITU, INTUC, AITUC, LPF, UTUC, HMS ഉൾപ്പെടെ 17ഓളം യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കും. കർഷകരും കർഷക തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പൊതുമേഖലാ ജീവനക്കാരും ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലയിലുള്ളവരും പണിമുടക്കുന്നുണ്ട്. കേരളത്തിൽ KSRTC സർവീസ് നടത്തുമെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞത്. സർവീസ് നടത്തുള്ളൂ. പണിമുടക്കിന് നമുക്കൊരു നോട്ടീസ് തന്നിട്ടില്ല. അല്ല, ഇതൊരു പൊതുഗതാഗതമാണ്. ഒരു സമരം അവർ ഒഴിവാക്കും, തൊഴിലാളികൾ അതിനകത്ത് ഒഴിവാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർക്ക് എപ്പോഴും സമരം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല KSRTC. എന്നാൽ മന്ത്രിയുടെ വാക്കുകൾ KSRTCയിലെ യൂണിയനുകൾ തള്ളി. പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് CITU, TDF യൂണിയനുകൾ അറിയിച്ചു. 2 ആഴ്ച മുമ്പേ പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും യൂണിയനുകൾ വ്യക്തമാക്കി. മന്ത്രി ഗണേഷ് കുമാറിനെ LDF കൺവീനറും തള്ളി പറഞ്ഞു. അദ്ദേഹം പറയാൻ പാടില്ലാത്തതാ. അദ്ദേഹമല്ല ഇതിന്റെ മാനേജ്മെന്റ്. KSRTC പൂർണ്ണമായി നാളെ സ്തംഭിക്കുകയാണ്. KSRTC നാളെ തെരുവിലിറങ്ങുന്ന പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഒറ്റത്തവണയാക്കി. ഇപ്പോൾ എല്ലാം 1-ാം തീയതി ശമ്പളം കൊടുക്കുകയാണ്. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം എന്നാലും എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പണിമുടക്കിനെ നേരിടാൻ KSRTCയിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചു. മുഴുവൻ ബസ്സുകളും സാധാരണ പോലെ സർവീസ് നടത്തണമെന്നും ഉത്തരവിറക്കി. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖല ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക, സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതനം 26,000 രൂപയായും പെൻഷൻ 9,000 രൂപയായും നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് അഖിലേന്ത്യാ പണിമുടക്ക്. മീഡിയ 1 തിരുവനന്തപുരം.